ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 7 USS. സോ USS ചാനലിൽ കുട്ടികളൊക്കെ USS എഴുതി നല്ല രീതിയിൽ പ്രിപ്പയർ ഒക്കെ ചെയ്ത് എഴുതി നല്ല രീതിയിൽ എഴുതി എന്ന് വിചാരിക്കുന്നു. സോ USS കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മേ ബി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. USSന് നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കോർ കൂടി എന്ത് ചെയ്യാം നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് വരാം. വീഡിയോയിൽ നമ്മൾ മേജർലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് പേർക്ക് തെറ്റിയിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് തെറ്റിപ്പോയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ 2 സ്റ്റീൽ ടംബ്ലേഴ്സ്, അതായത് 2 സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റീൽ നമ്മൾ ഗ്ലാസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിച്ച് കുഡ് നോട്ട് ബി സെപ്പറേറ്റഡ് ഈസിലി ഗോട്ട് സെപ്പറേറ്റഡ് വെൻ ദേ വെയർ ഇമ്മേഴ്സ്ഡ് ഇൻ ഹോട്ട് വാട്ടർ. അതായത് ചൂടുവെള്ളത്തിൽ അവർ രണ്ടുപേരും, അതായത് നമുക്ക് ഒരിക്കലും അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ, അതായത് വേർതിരിക്കാൻ പറ്റാതെ 2 ഗ്ലാസുകളെ നമ്മൾ എന്ത് ചെയ്തു, ചൂടുവെള്ളത്തിലിടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്തു, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. വാട്ട് പ്രോപ്പർട്ടി ഓഫ് ദി ഹീറ്റ് ഈസ് ബെനിഫിറ്റഡ് ഹിയർ, അതായത് ഏത് ഹീറ്റിന്റെ ഏത് പ്രോപ്പർട്ടിയാണ്, അതായത് താപത്തിന്റെ ഏത് പ്രോപ്പർട്ടിയാണ്, സവിശേഷതയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. തെർമൽ എക്സ്പാൻഷൻ ആണോ, കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ? നമുക്കത് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ് ആൻഡ് ഗുഡ് കണ്ടക്ടർ ആണ്, നല്ലൊരു ചാലകമാണ്. ഓക്കെ, താപത്തിന്റെ നല്ലൊരു ചാലകമാണ് എന്താ നമ്മുടെ കണ്ടക്ടർ, അല്ലെങ്കിൽ നല്ലൊരു കണ്ടക്ടർ, ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ് എന്ത് സ്റ്റീൽ എന്ന് പറയുന്നത്. ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എന്താ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്കും ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടാവുക ഈ കണ്ടക്ഷൻ ആയിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക. ഈ കണ്ടക്ഷൻ്റെ കേസ് അല്ല അവിടെ ചോദിച്ചിട്ടുള്ളത്. അവിടെ അവരെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം, ചൂടുവെള്ളത്തിലിടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ താപം കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ അത് ചൂടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലേക്ക് ചൂട് കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അത് വികസിക്കും അല്ലേ. അതിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. സോ ആ വികസനം നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ വികസിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ബിഹൈൻഡ് ദ പ്രോപ്പർട്ടി ഏതാണ്, അല്ലെങ്കിൽ ബിഹൈൻഡ് ഹോട്ട് ഹീറ്റിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് പറയാൻ പറ്റണം ഏതാണ്, തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സ്റ്റീല് നല്ലൊരു കണ്ടക്ടറാണ്, പക്ഷേ എന്തല്ല നമ്മൾ അതല്ല ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെയുള്ള റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്, അത് തെർമൽ എക്സ്പാൻഷൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സോ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ കുറേ പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈസിലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ഗിവ് സ്യൂട്ടബിൾ ഹെഡിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. നമുക്ക് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, പുവർ കണ്ടക്ടേഴ്സ്. അതിൽ പേപ്പർ കൊടുത്തിട്ടുണ്ട്, ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് പേപ്പറും അതുപോലെ തന്നെ ഒരു തുണിയും അല്ലേ, ഒരു തുണിയും കൊടുത്തിട്ടുണ്ട്. അതെന്താണ് നമുക്കറിയാം, അത് ഗുഡ് കണ്ടക്ടേഴ്സ് അല്ല, പുവർ കണ്ടക്ടേഴ്സ് ആണ് അല്ലേ. അല്ലെങ്കിൽ ഹീറ്റിനെ എന്ത് ചെയ്യില്ല, ഒരു കടത്തി വിടില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പുവർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അയൺ കൊടുത്തിട്ടുണ്ട്, പേപ്പർ കൊടുത്തിട്ടുണ്ട്, പേപ്പർ ഓൾറെഡി അവിടെ വന്നു. സോ നമ്മൾ ഇനി എഴുതണ്ട. ബേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബേക്ക് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കുക്കർ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഹാൻഡിൽസ് കണ്ടിട്ടുണ്ടാവും അല്ലേ. കൈപ്പിടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈപ്പിടി ഒരു കറുപ്പ് നിറത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആ മെറ്റീരിയലിനാണ് നമ്മൾ ബേക്ക് ലൈറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ബേക്ക് ലൈറ്റ് എന്നാണ് വിളിക്കുക. ഇനി കോപ്പർ ഉണ്ട്, ചെമ്പുണ്ട്, അതുപോലെ തന്നെ വുഡ് ഉണ്ട്, ഒരു മരത്തടി ഉണ്ട്, അതുപോലെ തന്നെ അലൂമിനിയം ഉണ്ട്, ക്ലോത്ത് ഉണ്ട്. ക്ലോത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ഇനി അയൺ ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ, അയൺ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കറിയാം അയൺ നന്നായിട്ട് എന്ത് ചെയ്യും, ചൂടിനെ കടത്തി വിടുന്ന ആളാണ്. സോ അയാൾക്ക് കറക്റ്റായിട്ട് വരുന്ന ഹെഡിങ് ഏതായിരിക്കും, ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഹെഡിങ് ആയിരിക്കും. അവിടെ പുവർ കണ്ടക്ടേഴ്സ് ആണ് അവിടെ എഴുതിയുള്ളത്. സോ ഇവിടെ കൃത്യമായിട്ട് വരാം ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ് ഇവിടെ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. സോ ഈ ഒരു ടേബിൾ വരയ്ക്കുന്നതിനൊക്കെ എന്തുണ്ട്, നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടേബിൾ നിങ്ങളെല്ലാം വരച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ ഗുഡ് കണ്ടക്ടേഴ്സ്, പുവർ കണ്ടക്ടേഴ്സ്. ഇനി നമുക്കറിയാം ബേക്ക് ലൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് നമ്മളെ കുക്കിംഗ് വേസ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചൂട് അനുഭവപ്പെടാറുണ്ടോ? ഇല്ല. എന്താണ്,
നമ്മൾ പിടിക്കുന്ന അല്ലെങ്കിൽ കൈപ്പിടിയിൽ എന്തല്ല നമുക്ക് ചൂട് അനുഭവപ്പെടാറില്ല. കാരണം അത് ബേക്കലൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബേക്കലൈറ്റ് എന്താണ്? ഒരു പുവർ കണ്ടക്ടറിന് എക്സാമ്പിളാണ്. സോ ബേക്കലൈറ്റ് വന്നു. സോ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പുവർ കണ്ടക്ടേഴ്സിന്. ഇനി നമുക്കുള്ളത് ഇയാളെ നമ്മൾ ഇട്ടു. ഇനി കോപ്പറും വുഡും ആണ്. അപ്പോൾ കോപ്പറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പർ നന്നായിട്ട് എന്ത് ചെയ്യും? ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ കോപ്പർ എവിടെയാണ് വരിക? കോപ്പർ ഇവിടെയാണ് വരിക. കോപ്പർ ഇവിടെയാണ്. ഇനി വുഡാണ് കൊടുത്തുള്ളത്. വുഡ് എന്താണ്? വുഡ് നന്നായിട്ട് ഹീറ്റിനെ കടത്തി വിടുന്ന ഒരാളല്ല. വുഡ് കത്തും, പക്ഷെ വുഡ് എന്തല്ല? നല്ലൊരു കണ്ടക്ടർ അല്ല, പുവർ കണ്ടക്ടറാണ് കേട്ടോ. അതായത് ഹീറ്റിനെ നന്നായിട്ട് ചാലനം നടത്തുന്ന ഒരാളല്ല കേട്ടോ, ചാലകമല്ല, ഹീറ്റിൻ്റെ ചാലകമല്ല. സോ വുഡ് ഇവിടെ വരാം. ഓക്കെ, വുഡ് ഇതിൻ്റെ താഴെ നമുക്ക് എഴുതണം. സോ വുഡ് നമ്മൾ എഴുതി. ഇനി അലൂമിനിയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെറ്റലാണ്, ലോഹമാണ്. ആ ലോഹം നന്നായിട്ട് എന്ത് ചെയ്യും? ആ ലോഹം നന്നായിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അലൂമിനിയം കറക്റ്റായിട്ട് എവിടെ വരാം? അലൂമിനിയം കറക്റ്റായിട്ട് ഇവിടെയാണ് വരാം. ഓക്കെ, അലൂമിനിയം കറക്റ്റായിട്ട് ഇവിടെ വരാം. സോ ഇതെന്താണ്? കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ് കണ്ടക്ടേഴ്സിന് അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഹോട്ട് ബോക്സിനെ കുറിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഹോട്ട് ബോക്സിനെ കുറിച്ചാണ്. അതായത് ചൂടുള്ള വസ്തുക്കൾ അതിൻ്റെ ചൂട് പോകാതെ അവിടെ അതിൻ്റെ ചൂട് ക്രമത്തിൽ വെക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ചൂട് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഒരു ബോക്സിനെയാണ് നമ്മൾ ഹോട്ട് ബോക്സ് എന്ന് വിളിക്കുക. തെർമോക്കോൾ, സ്ട്രയോഫോം പോലെയുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഹോട്ട് ബോക്സ് ഉണ്ടാക്കാറുള്ളത്. സോ അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ കണ്ടക്ഷൻ നടക്കില്ല. കാരണം തെർമോക്കോൾ അല്ലെങ്കിൽ സ്ട്രയോഫോം എന്ന് പറയുന്ന നല്ല രീതിയിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാത്ത ഒരാളാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ വെക്കുന്ന സമയത്ത് ഹോട്ട് ബോക്സിൽ എന്തായിരിക്കും? ഹോട്ട് ബോക്സിൽ സ്ട്രയോഫോം പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യില്ല? നടക്കില്ല. ഇനി കൺവെക്ഷൻ നടക്കോ? കൺവെക്ഷൻ നടക്കില്ല. കൺവെക്ഷൻ നടക്കണമെങ്കിൽ ഒന്ന് എയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ ലിക്വിഡോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം. സോ അവിടെ അതും നടക്കില്ല. ഇനി റേഡിയേഷൻ നടക്കോ? റേഡിയേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. റേഡിയേഷനിലൂടെ മാത്രമായിരിക്കും നമ്മൾ ഹീറ്റ് ലോസ് ആവുന്നുണ്ടാവും. ബാക്കിയുള്ള രീതിയിലൊന്നും എന്ത് ചെയ്യില്ല? ഹീറ്റ് അവിടെ ലോസ് ആവുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ചൂടുള്ള ഒബ്ജക്റ്റിനെ കുറച്ച് നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? ചൂട് അതിൻ്റെ പോകാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതാണ് ഹോട്ട് ബോക്സിൻ്റെ പെക്യുലാരിറ്റി. ഇതേപോലെ തന്നെയാണ് ഐസ് ബോക്സിൻ്റെ പെക്യുലാരിറ്റി. ഐസ് ബോക്സും ഇതേപോലെയുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ടാണ്, അതായത് തണുപ്പുള്ള ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ തണുപ്പുള്ള ഒരു വസ്തുവിനെ അതിൻ്റെ തണുപ്പ് അതുപോലെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തണുപ്പോടെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ആ ഒരു ബോക്സിനെയാണ് നമ്മൾ ഐസ് ബോക്സ് എന്ന് വിളിക്കുക. സോ അതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ കുറേ പേര് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഇവിടെയും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ കേസിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഈ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ USS ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി മുന്നേ ഉള്ളത് നമ്മളെ കടമ്പ എന്ന് പറയുന്നത് ആനുവൽ എക്സാം ആണ്. ആനുവൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത്. സോ ആനുവൽ എക്സാം നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. സോ താങ്ക് യു.